ഇതാ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ലഞ്ചിന് തയ്യാറാക്കാൻ പറ്റുന്ന ഗീ റൈസാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി കുറച്ച് നെയ്യ് എടുത്ത് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം നെയ്യ് ചൂടാകുമ്പോൾ തീ കുറച്ച് വെച്ച് ഗ്രാമ്പു, പട്ട, തക്കോലം ഇട്ട് കൊടുക്കാം. കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഈ കപ്പിൽ 2.5 കപ്പാണ് വെള്ളം എടുത്തത്. അതുകൊണ്ട് ഒരു 4.5 കപ്പ് വെള്ളം നമ്മൾ ഇട്ട് കൊടുക്കാം. ആദ്യം ഈ അരി ഒന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം ഇതിലിട്ട്. നല്ല മൂപ്പിച്ച ശേഷം ഇതിൽ 2.5 നാഴി അരിയാണ് നമ്മളെടുത്തത്. അതുകൊണ്ട് 4.5 കപ്പ് വെള്ളം ഇതിലിടണം. ചൂടുവെള്ളം അല്ല, സാധാരണ നോർമൽ വാട്ടറാണ്. ഇതിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുക. വറ്റിപ്പോയി മൂട്ടി പിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് തുള്ളി സ്വല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് വേവ് ബാക്കിയുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. തീ കുറച്ച് വേണം വെക്കാൻ, അല്ലെങ്കിൽ കറക്റ്റ് വേവ് കിട്ടില്ല. ഒന്ന് വെച്ചതിന് ശേഷം കുറച്ച് നെയ്യിട്ട് നല്ലവണ്ണം യോജിപ്പിക്കുക. നേരത്തെ ഇച്ചിരി ഇട്ടിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടെ ഒന്ന് ഇട്ട് നല്ലപോലെ യോജിക്കുക. ഈ റൈസിന് കുറച്ച് നെയ്യ് നല്ലപോലെ നിന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. രണ്ട് മിനിറ്റ് കൂടെ അരച്ച് വേവിക്കാം. ചോറ് നല്ല ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അധികം വെന്തൊന്നും പോയിട്ടില്ല. ഇനി 1 സ്പൂൺ നാരങ്ങ നീര്, എടുത്തു വെച്ച നാരങ്ങ നീര് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം സവാള പൊരിച്ചിടാം. നെയ്ച്ചോറിൽ ഗാർണിഷ് ചെയ്യാനാണ് സവാള പൊരിച്ചിടുന്നത്. നല്ല ചുമക്കുന്നത് വരെയും വറുത്തെടുക്കാം. നെയ്ച്ചോറ് തുറന്നതിന് ശേഷം ഗാർണിഷ് ചെയ്യാനുള്ള ഉള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അത് ഇട്ട് കൊടുക്കാം. ഈ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഈ നെയ്ച്ചോറ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.